നമസ്തേ. CAA-യും NRC-യും വേണ്ട എന്ന് പറഞ്ഞവരോട് സെയ്ഫ് അലി ഖാനെ കുത്തിയ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? പ്രതി കേരളത്തിലെ പ്രമുഖ പത്രമുത്തശ്ശി ആദ്യം റിപ്പോർട്ട് ചെയ്ത പോലെ വിജയ്ദാസ അല്ല. പ്രതി കേരളത്തിലെ വേറൊരു പ്രമുഖ പത്രമുത്തശ്ശി ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ ബാബുവുമല്ല. സാധാരണ കാണുന്ന പോലെ ക്രിമിനൽ മൈൻഡൊക്കെയുള്ള മിക്കവാറും ആളുകൾ ചെയ്യുന്ന പോലെ കള്ളപ്പേരിൽ നടക്കുന്ന മറ്റൊരു ആസാമി തന്നെ. യഥാർത്ഥ പ്രതി ബംഗ്ലാദേശിയായ മുഹമ്മദ് ഷെറീഫുള്ളാണ്. ഇത് അൽ കേരളത്തിലെ മാധ്യമങ്ങൾ കഷ്ടപ്പെട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയായിരുന്നു കോലം, എന്തൊക്കെയായിരുന്നു ബഹളങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ആളിക്കത്തുകയായിരുന്നല്ലോ. അവർക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഈ CAA-യും NRC-യും കൊണ്ടുവരാൻ മോദി സർക്കാർ ശ്രമിച്ചത്. ബാദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറി സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ മുംബൈ കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. അനധികൃതമായി ഇന്ത്യയിലെത്തിയ ഈ ബംഗ്ലാദേശി സ്വദേശിയായ മുഹമ്മദ് ഷെറീഫുൽ ഇസ്ലാം ഷെഹ്സാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. മുഹമ്മദ് സജാദ്, വിജയ്ദാസ് തുടങ്ങിയ പേരുകളിൽ അതിഥി തൊഴിലാളികൾക്കൊപ്പം ഒളിച്ചു താമസിച്ചിരുന്ന ഇയാളെ താനെയിൽ നിന്നാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുംബൈ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണമാണ് ഇയാളെ കുടുക്കിയത്. കുറെ കാലമായി മുംബൈയിലെ ഒരു ബാറിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ. പിന്നീട് താനെയിൽ മെട്രോ നിർമ്മാണ തൊഴിലാളികൾക്ക് ഒപ്പം കഴിഞ്ഞു. അവർക്കൊപ്പം ജോലി ചെയ്തു. ജോലി കുറഞ്ഞതോടുകൂടി മോഷണം നടത്താൻ പദ്ധതി ഇടുകയായിരുന്നു എന്നും സെയ്ഫ് അലി ഖാന്റെ വീടാണ് എന്നറിയാതെയാണ് ബാദ്രയിലെ വീട്ടിൽ താൻ കയറിയതെന്നുമാണ് അയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. AC ദ്വാരം വഴിയാണ് വീട്ടിനുള്ളിലേക്ക് കടന്നത് എന്നും അയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തും. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു. മുംബൈ പോലീസ് അയച്ച ഫോട്ടോയുമായി സാമ്യമുള്ളതിനെ തുടർന്നായിരുന്നു RPF അയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇയാൾക്ക് സംഭവവുമായി ബന്ധമില്ല എന്ന് പിന്നീട് തെളിഞ്ഞതോടുകൂടി വിട്ടയച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറി സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ നടൻ 6 തവണ കുത്തേൽക്കുകയും കത്തി മുറിഞ്ഞു ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്തു. ചോരയിൽ കുളിച്ച നടനെ ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആക്രമണശേഷം പ്രതി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറിയെന്ന സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സെയ്ഫ് മുറിയിലേക്ക് ഓടിയെത്തിയത്. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രതി സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ചത്. ശരീരത്തിൽ 6 തവണയാണ് സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. ഗുരുതരമായ പരിക്കിൽ നിന്ന് തലനാരിഴയ്ക്കാണ് നടൻ രക്ഷപ്പെട്ടത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 5.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിലാണ് ശരീരത്തിൽ കുടുങ്ങിയ കത്തി നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, പൗരത്വ ഭേദഗതി നിയമ ബില്ലിനെതിരെ ഘോരം പ്രസംഗിക്കുന്നവർക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഘോരം പ്രസംഗിക്കാൻ എന്താണുള്ളത്?